ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കറന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിന്റെ പാർട്ട് 3 ആണ്. ഇതിന്റെ മുന്നത്തെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പഠനവക്രവും അതുപോലെ പഠന പീഠസ്ഥലി ഈ രണ്ട് ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി പഠനവക്രം അല്ലെങ്കിൽ ലേണിംഗ് കർവ് എന്നത് എന്താണെന്ന് നോക്കാം. പഠന പ്രക്രിയയിൽ ഉണ്ടാകുന്ന പുരോഗതിയെ വരച്ച് കാണിക്കുന്ന ഗ്രാഫാണ് ഈ ലേണിംഗ് കർവ് അല്ലെങ്കിൽ പഠനവക്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളൊരു കാര്യം ആവർത്തിച്ച് പരിശീലിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാൾ കൈവരിക്കുന്ന പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പഠനവക്രം വരയ്ക്കാൻ രണ്ട് അക്ഷരങ്ങളാണ്, രണ്ട് എക്സസ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ എക്സസ് സമയത്തെ അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ വൈ ആക്സിസ് പഠിച്ചതിൻ്റെ അളവ്, ആ ഒരു പ്രോഗ്രഷനെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിവിധ ഇനം പഠനവക്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഈ സ്ട്രൈറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. അതെന്താ നമുക്ക് പറയുന്നത് നോക്കാം. ഓരോ ഘട്ടത്തിലും ഒരേ നിരക്കിലാണ് പഠന പുരോഗതി ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് വിളിക്കുന്നു. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊക്കെ റിയൽ ലൈഫിൽ എല്ലാവർക്കും ഒരേ നിരക്കിൽ എപ്പോഴും പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ രീതി വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവലുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ ലീനിയർ ആക്സിലറേഷൻ എന്നുള്ള ഒരു ഇത് കാണുന്നുണ്ട്. നമ്മളെ പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ ഈ സമയം കൂടുന്നതിനനുസരിച്ച് പഠനത്തിലെ പുരോഗതി കൃത്യമായി നേർരേഖയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത്. ഗ്രാഫിൽ ഇതൊരു നേർരേഖയായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക കാണുക. പഠനത്തിന്റെ തുടക്കത്തിൽ വേഗത്തിൽ പുരോഗതി ഉണ്ടാകുകയും ഒരു ഇനീഷ്യൽ റാപ്പിഡ് പ്രോഗ്രസ് ഉണ്ടാകുക. എന്നാൽ പിന്നീട് സമയം ചെല്ലുന്തോറും പഠന വേഗത നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്ന രീതിയാണ് ഈ കോൺവെക്സ് കർവ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആ പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നെഗറ്റീവ് ആക്സിലറേഷൻ, ഈ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺവെക്സ് കർവ് തന്നെയാണ്. തുടക്കത്തിൽ ഉയർന്ന വേഗത കാണിക്കുകയും പിന്നീട് പഠന നിരക്ക് താഴേക്ക് കുറഞ്ഞു വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. തുടക്കത്തിൽ പഠന വേഗത വളരെ മന്ദഗതിയിലായിരിക്കും, സ്ലോ ആയിട്ടായിരിക്കും തുടങ്ങുക. എന്നാൽ വിഷയം മനസ്സിലായി വരുന്തോറും അല്ലെങ്കിൽ കൂടുതൽ സമയം പരിശീലിക്കും തോറും പഠന വേഗത കൂടി വരുന്നു. ഇതാണ് ഈ കോൺവേവ് കർവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആക്സിലറേഷന് ഇതിൽ പെട്ടതാണ്. ഇതിലാണ് ആ ചാർട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വരുന്നതാണ് എസ് ഷേപ്ഡ് കർവ്. ഇതിൽ കോൺവെക്സ് കർവും അതുപോലെ കോൺവേവ് കർവും അടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ മന്ദഗതിയിൽ ആരംഭിച്ച് പിന്നീട് വേഗത്തിലാവുകയും അതിനുശേഷം വീണ്ടും മന്ദഗതിയിലാവുകയും ചെയ്യുന്നതാണ് ഈ രീതി. ഇതാണ് പ്രായോഗികമായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഡെമോ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. പഠനവക്രങ്ങളുടെ സവിശേഷതകളൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേതാണ് മന്ദപുരോഗതിയുടെ കാലം, പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. ഒരു പുതിയ വിഷയം പഠിച്ചു തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പഠന വേഗത വളരെ കുറവായിരിക്കും, ഭയങ്കര സ്ലോ പേസിലായിരിക്കും പോവുക. കാരണം പുതിയ പഠന വിഷയവുമായി അല്ലെങ്കിൽ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പഠിതാവിന് കുറച്ച് സമയം ആവശ്യമാണ്. ദ്രുത പുരോഗതിയുടെ കാലം, പീരീഡ് ഓഫ് റാപ്പിഡ് പ്രോഗ്രസ്. പഠിതാവ് തുടക്കത്തിലെ പ്രയാസങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പഠനം വേഗത്തിൽ നടക്കും. പിന്നുള്ളതാണ് ഏറ്റക്കുറച്ചിലുകളുടെ കാലം എന്ന് പറയും. പഠനത്തിനിടയിലെ വേഗത പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട്. ഈ സമയത്ത് ഗ്രാഫ് ലൈനിൽ ഉണ്ടാകുന്ന കയറ്റിറക്കത്തിനാണ് പഠന ത്വരണം എന്ന് പറയുന്നത്. പ്രകടമായ പുരോഗതി കാണിക്കാത്ത കാലം അല്ലെങ്കിൽ പഠന പീഠസ്ഥലി എന്ന് അതിന് പറയും. എന്ത് പരിശീലനം നടത്തിയാലും പഠനത്തിൽ യാതൊരുവിധ പുരോഗതിയും പ്രകടമാകാതിരിക്കുന്ന, തടസ്സപ്പെട്ട് നിൽക്കുന്ന നിശ്ചിത ഘട്ടമാണിത്. തളർച്ച, മടുപ്പ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് ഇവയൊക്കെ എന്താവാം അതിൻ്റെ ഒരു റീസൺ ആയിട്ട്, കാരണമായിട്ട് മാറാം. പിന്നുള്ളതാണ് അധോഗതിയുടെ കാലം, പീരീഡ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയും. ചില അവസരങ്ങളിൽ പഠന പുരോഗതി ഉണ്ടാകുന്നതിന് പകരം പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയോ പ്രകടനം താഴേക്ക് പോവുകയോ ഡിക്ലൈൻ ആവുകയോ ചെയ്യാറുണ്ട്. അതിനാണ് ഈ അധോഗതിയുടെ കാലം എന്ന് പറയുന്നത്. ഈ പഠനവക്രം എങ്ങനെയാണ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു കുട്ടിയുടെ പഠന വളർച്ച ഓരോ ഘട്ടത്തിലും എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അധ്യാപകനെ ഈ പഠനവക്രം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് സഹായിക്കുന്നു. അതുപോലെ ഓരോ കുട്ടിയുടെയും പഠനശേഷിയും വേഗതയും വ്യത്യസ്തമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ പഠിപ്പിക്കാനും സഹായിക്കുന്നു. തങ്ങളുടെ പഠനത്തിൽ ഉണ്ടാകുന്ന പുരോഗതി ഗ്രാഫിലൂടെ വ്യക്തമായിട്ട് കാണുമ്പോൾ കുട്ടികൾക്ക് അത് കൂടുതൽ ആവേശവും പഠനം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ, അഭിപ്രേരണയും ഉണ്ടാകുന്നു. ഈ പഠനവക്രം വഴി നിരീക്ഷിക്കുന്നതിലൂടെ അധ്യാപകന് താൻ ഉപയോഗിക്കുന്ന അധ്യാപന രീതികൾ, ടീച്ചിങ് മെത്തേഡ്സ് എത്രത്തോളം ഫലപ്രദമാണെന്ന് വിലയിരുത്താനും ആവശ്യമെങ്കിൽ അവ മാറ്റാനും സാധിക്കുന്നു. അതുപോലെ പഠനവക്രത്തിൽ അസാധാരണമായ വീഴ്ചകളോ മാറ്റങ്ങളോ കണ്ടാൽ അത് കുട്ടിയുടെ മറ്റെന്തെങ്കിലും മാനസികമോ പെരുമാറ്റമോ ആയ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് എന്ത് ചെയ്യും, അധ്യാപകന് പെട്ടെന്ന്
മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു വിദ്യാർത്ഥികൾ താൻ മുമ്പത്തേക്കാൾ എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് സ്വയം മനസ്സിലാക്കാനും എന്ത് ചെയ്യും, ഇത് സഹായകരമാകും. നമ്മൾ എത്രയൊക്കെ പരിശീലനവും ശ്രമങ്ങളും നടത്തിയാലും പഠനത്തിൽ യാതൊരുവിധ പുരോഗതിയും കാണാൻ കഴിയാത്ത ഒരു നിശ്ചല ഘട്ടത്തെയാണ് പഠന പീഠസ്ഥലി എന്ന് വിളിക്കുന്നത്. പഠനവക്രത്തിൽ ഗ്രാഫിൽ പഠന പുരോഗതി മുകളിലേക്ക് ഉയരാതെ ഒരേ നിലയിൽ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണിത്. ഈ പഠനത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പീഠസ്ഥലികളുടെ കാരണങ്ങൾ ഉണ്ടാവാൻ വ്യക്തിപരവും പാഠ്യപരവുമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാരീരിക മാനസിക ഘടകങ്ങളാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ മോശമായ കായിക സ്ഥിതി, രോഗാവസ്ഥ, കായികവും മാനസികവുമായിട്ടുള്ള തളർച്ച, താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അഭിപ്രേരണയുടെ അഭാവം, അതങ്ങനെ കുറേ ശാരീരിക മാനസിക ഘടകങ്ങൾ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ പഠന പരിശീലന രീതികൾ, തെറ്റായ പരിശീലന രീതി, അതുപോലെ പ്രവർത്തനങ്ങളുടെ അമിതമായ സങ്കീർണത, പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രമേ അമിത ശ്രദ്ധ നൽകുന്നുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് താഴ്ന്ന തലത്തിലുള്ള പ്രകടനത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക ഇടവേള, അതുപോലെ പഴയ പഠനശീലങ്ങളും പുതിയ രീതികളും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ പഴയ രീതി മാറി പുതിയ പഠന രീതി തിരഞ്ഞെടുക്കുമ്പോഴുള്ള തടസ്സങ്ങൾ, നിലവിലുള്ള സാമാന്യ നിലവാരത്തിൽ വിദ്യാർത്ഥി തൃപ്തനാവുന്നത്, അതുപോലെ പഠനത്തിന് അനുയോജ്യമല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് ഈ പീഠസ്ഥലികളുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അധ്യാപകർക്കും അതുപോലെ പഠിതാക്കൾക്കും പഠനത്തിൽ ഈ സ്തംഭനാവസ്ഥ മറികടക്കാൻ ഈ പറയുന്ന രീതികളൊക്കെ എന്ത് ചെയ്യാം, പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈക്കബിൾ ആണ്. അതിലിപ്പോൾ ഒന്നാമതാണ് ഈ അധ്യാപന രീതികളും ലക്ഷ്യങ്ങളും എന്ന് പറയുന്നത്. കൂടുതൽ കാര്യക്ഷമമായ ബോധന രീതികൾ ഉപയോഗിക്കുക, അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക, കുട്ടികളുടെ ശേഷിക്കും കാഠിന്യ നിലവാരത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, പാഠ്യാനുഭവങ്ങൾ നൽകുക, അതുപോലെ പെട്ടെന്നും പുതിയതും പ്രയാസമേറിയതുമായ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കാതെ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, പാട്ടായിട്ട് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. പാഠഭാഗത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉചിതമായ ദൃശ്യോപകരണങ്ങൾ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ത് ചെയ്യുക, ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് ഉപയോഗിക്കുക. കുട്ടികളിൽ അഭിപ്രേരണ ഉണർത്തുകയും അത് നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എപ്പോഴും ഒരു മോട്ടിവേഷൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മളെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക. ശാരീരികവും മാനസികവുമായ തളർച്ച മാറ്റാൻ ആവശ്യമായ വിശ്രമം നൽകുക. ഒരേ രീതി തന്നെ തുടരാതെ വ്യത്യസ്ത പഠനതന്ത്രങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കുക. പഠനം കഠിനമാകുമ്പോൾ കുറച്ച് സമയത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചിട്ട് പിന്നീട് ഉന്മേഷത്തോടെ പുനരാരംഭിക്കാൻ കുട്ടികളെ എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക. അതിന് ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് എന്നാണ് പറയുക. സോ ഇത്രയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നതിലെ പ്രധാന ഘടകങ്ങളായിട്ട് നമ്മളിപ്പം ചർച്ച ചെയ്തത് ഈ 3 വീഡിയോയിലായിട്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ലേണിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ മറ്റു ഇതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.